CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പൂവത്താണി ആലിപ്പറമ്പ് പള്ളിക്കുന്ന് കാമ്പ്രം റോഡ് ഉദ്ഘാടനം. നവീകരണം പൂർത്തീകരിച്ചതായുള്ള റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിട്ടില്ലെന്ന് പൊതുമരാമത്ത് അധികൃതർ. എന്നാൽ 28-ന് വെള്ളിയാഴ്ച MLA നജീബ് കാന്തപുരം ഉദ്ഘാടനം നിർവഹിക്കുന്നതായി സോഷ്യൽ മീഡിയകളിൽ പോസ്റ്ററുകൾ. MLA രാഷ്ട്രീയ നാടകം കളിക്കുകയാണെന്ന് CPM. കൊളത്തൂരിൽ വൻ ലഹരിവേട്ട. മലപ്പുറം ജില്ലയിൽ വിൽപ്പന ലക്ഷ്യം വെച്ചു കടത്തിയ 10 കിലോഗ്രാം കഞ്ചാവ് പിടികൂടി. കൊൽക്കത്ത സ്വദേശികളായ 2 പേർ അറസ്റ്റിൽ. തൊട്ടാൽ കൊള്ളുന്ന ഐസ് എന്ന ശാസ്ത്ര പുസ്തകം ഇനി ബ്രെയിൽ ലിപിയിലും ലഭിക്കും. കരിമ്പുഴ തോട്ടര ഹെലൻ കെല്ലർ സ്കൂളിലെ മികച്ച കലാകാരനും സയൻസ് ക്ലബിന്റെ സെക്രട്ടറി കൂടിയായ ആദിത് കൃഷ്ണയാണ് ബ്രെയിൽ ലിപിയിൽ കൂട്ടുകാർക്ക് പുസ്തകം പരിചയപ്പെടുത്തിയത്. VK ശ്രീകണ്ഠൻ MP പുസ്തകം പ്രകാശനം ചെയ്തു. പൂവത്താണി ആലിപ്പറമ്പ് പള്ളിക്കുന്ന് കാമ്പ്രം റോഡ് ഉദ്ഘാടനം. നവീകരണം പൂർത്തീകരിച്ചതായുള്ള റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിട്ടില്ലെന്ന് പൊതുമരാമത്ത് അധികൃതർ. എന്നാൽ 28-ന് വെള്ളിയാഴ്ച MLA നജീബ് കാന്തപുരം ഉദ്ഘാടനം നിർവഹിക്കുന്നതായി സോഷ്യൽ മീഡിയകളിൽ പോസ്റ്ററുകൾ. MLA രാഷ്ട്രീയ നാടകം കളിക്കുകയാണെന്ന് CPM. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ പൂവത്താണി ആലിപ്പറമ്പ് പള്ളിക്കുന്ന് കാമ്പ്രം റോഡ് ഉദ്ഘാടനത്തിന് കാത്തിരിക്കെയാണ് പുതിയ വിവാദം. സംസ്ഥാന സർക്കാരിന്റെ 2022-23 വാർഷിക ബജറ്റിൽ 5.85 കോടി രൂപ വകയിരുത്തിയാണ് പണി നടത്തിയത്. ഇതിന്റെ പൂർത്തീകരണ ഉദ്ഘാടനം 28-ന് വെള്ളിയാഴ്ച പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം നിർവഹിക്കും എന്നുള്ള പോസ്റ്ററുകളാണ് സോഷ്യൽ മീഡിയകളിൽ സജീവമായിട്ടുള്ളത്. എന്നാൽ റോഡിന്റെ പണി പൂർത്തീകരിച്ചുള്ള കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഇതുവരെ PWD സർക്കാരിന് കൈമാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായി ഉദ്ഘാടനത്തിന്റെ യാതൊരു അറിയിപ്പും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്ന് പെരിന്തൽമണ്ണ പൊതുമരാമത്ത് അധികൃതർ അറിയിച്ചു. പെരിന്തൽമണ്ണ MLA എട്ടുകാലി മമ്മൂഞ്ഞിന്റെ നിലപാടുകൾ എടുക്കുകയാണെന്നും ഉദ്ഘാടനം മന്ത്രി നിർവഹിക്കുമെന്നും CPIM നേതാക്കൾ പറഞ്ഞു. ഞങ്ങള് PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽ ഈ റോഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹവുമായി സംസാരിച്ചു. അപ്പോൾ അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ ഞങ്ങളോട് അദ്ദേഹം പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഔദ്യോഗിക അറിയിപ്പും സംസ്ഥാന തലത്തിൽ നിന്നോ PWD തലത്തിൽ നിന്നോ ഇതുവരെ ഉദ്യോഗസ്ഥരൊന്നും കിട്ടിയിട്ടില്ല. ഇത് പൂർണ്ണമായും തീരുമാനിക്കേണ്ടത് PWD വകുപ്പാണ്. ഒന്നാമത്തേത് ഇതിന്റെ പണി പൂർത്തിയായതായി ഞങ്ങൾ ഇതുവരെ ഇല്ല. ഇനിയും 4-5 ദിവസത്തെ വർക്കുകൾ അതിനകത്ത് ഉണ്ട് എന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതും അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചതും. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നാളെ നടക്കുന്ന പൊറാട്ട് നാടകം ജനങ്ങൾ മുഴുവൻ തള്ളിക്കളയണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. വെള്ളിയാഴ്ച നടക്കുന്ന ഉദ്ഘാടനം ജനങ്ങൾ ബഹിഷ്കരിക്കണം എന്നും മാർച്ച് 29-ന് രാവിലെ 10-ന് മന്ത്രി റോഡ് ഉദ്ഘാടനം ചെയ്യുമെന്നും നേതാക്കൾ പറഞ്ഞു. ഞങ്ങൾ തന്നെ MLAയുടെ റോഡാണെന്ന് ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്ന രാഷ്ട്രീയ ലാക്കോട് കൂടിയിട്ടാണ് ഈ ഉദ്ഘാടന മാമാങ്കം നടത്താൻ വേണ്ടി പോകുന്നത്. ഇത് തികച്ചും ആലിപ്പറമ്പിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എട്ടുകാലി മമ്മൂഞ്ചിന്റെ അതേ റോളിലാണ് നമ്മുടെ പ്രിയപ്പെട്ട പെരിന്തൽമണ്ണ MLA പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. PWD റോഡിൽ പഞ്ചായത്ത് മെമ്പറുടെ അടക്കം ഫോട്ടോ വെച്ചുകൊണ്ട് ബ്ലോക്ക് മെമ്പറുടെ അടക്കം ഫോട്ടോ വെച്ചുകൊണ്ടുള്ള ഫ്ലെക്സുകൾ അണിനിരന്നു. ഇതെല്ലാം ആലിപ്പറമ്പിലെ ജനങ്ങൾ തികച്ചും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ആലിപ്പറമ്പിന് വേണ്ടിയുള്ള സംഭാവനയാണ് ഈ റോഡ്, PWD റോഡ്. അത് നമ്മുടെ പ്രിയങ്കരനായ കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രി ശ്രീ സഖാവ് മുഹമ്മദ് റിയാസിനെ കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യിക്കാനുള്ള എല്ലാവിധ നീക്കങ്ങളുമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ MLA ധൃതി പിടിച്ചുകൊണ്ട് PWD വകുപ്പിന്റെയോ മന്ത്രിയുടെയോ അനുമതി കിട്ടാതെ ഉദ്ഘാടനം നടത്താൻ വേണ്ടി പോകുന്നത്. CCN പെരിന്തൽമണ്ണ. കൊളത്തൂരിൽ വൻ ലഹരിവേട്ട. മലപ്പുറം ജില്ലയിൽ വിൽപ്പന ലക്ഷ്യം വെച്ചു കടത്തിയ 10 കിലോഗ്രാം കഞ്ചാവ് പിടികൂടി. കൊൽക്കത്ത സ്വദേശികളായ 2 പേർ അറസ്റ്റിൽ. പോലീസും ഡാൻസ് ഓഫ് സംഘവും നാട്ടുകാരുടെ സഹായത്തോടെ കൊളത്തൂർ ചൊവ്വാണ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പുഴക്കാട്ടിരി ചൊവ്വാണ LP സ്കൂളിന് സമീപത്തുള്ള വാടക വീട്ടിൽ വെച്ച് കഞ്ചാവുമായി വെസ്റ്റ് ബംഗാൾ ബർദമാൻ സ്വദേശികളായ രാഹുൽ ദാസ്, ഹരൻ SK എന്നിവരെ അറസ്റ്റ് ചെയ്തത്. ഒഡീഷ, ബീഹാർ, കൊൽക്കത്ത എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് കേരളത്തിലേക്ക് വൻതോതിൽ കഞ്ചാവ് കടത്തുന്ന സംഘങ്ങളെക്കുറിച്ച് പോലീസിന് രഹസ്യവിവരം ലഭിച്ചിരുന്നു.
നാട്ടിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള ഏജന്റുമാർ മുഖേനയാണ് ആവശ്യക്കാർക്ക് കഞ്ചാവ് വില പറഞ്ഞുറപ്പിച്ച ശേഷം വിൽപ്പന നടത്തുന്നത്. പ്രതികൾ താമസിച്ചിരുന്ന വാടക വീട്ടിലേക്ക് സ്ഥിരമായി അപരിചിതരായ ആളുകൾ വരുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ പ്രതികളെ തടഞ്ഞുവെച്ച് പോലീസിൽ അറിയിക്കുകയായിരുന്നു. പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ ബാക്കി കഞ്ചാവ് താമസ സ്ഥലത്തു നിന്നു തന്നെ കണ്ടെത്തുകയും ചെയ്തു. ചെറിയ പാക്കറ്റുകളിലാക്കി പടപ്പറമ്പ്, രാമപുരം, കുറവ ഭാഗങ്ങളിൽ വിൽപ്പന നടത്താനുള്ള പദ്ധതിയായിരുന്നു. മങ്കട ഇൻസ്പെക്ടർ അശ്വത്തിന്റെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. ലഹരി വിൽപ്പന സംഘത്തിലെ മറ്റു കണ്ണികളെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചതായും കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് അറിയിച്ചു. ദിവസങ്ങൾക്ക് മുൻപാണ് 9 കിലോഗ്രാം കഞ്ചാവുമായി പടപ്പറമ്പ് വെച്ച് ബീഹാർ സ്വദേശി ഉൾപ്പെടെ 2 പേരെ ജില്ലാ ആന്റി നാർക്കോട്ടിക് സ്ക്വാഡ് ടീം അറസ്റ്റ് ചെയ്തത്. CCN പെരിന്തൽമണ്ണ. ചെർപ്പുളശ്ശേരി കാറൽമണ്ണ തിരുമുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവാഘോഷങ്ങൾക്ക് ശനിയാഴ്ച കൊടിയേറും. താന്ത്രിക ചടങ്ങുകൾക്കൊപ്പം കലകൾക്കും പ്രാധാന്യം നൽകിയാണ് ഉത്സവം കൊണ്ടാടുന്നത്. ക്ഷേത്രത്തിലെ കമാനം, ശിവേലിപ്പുര, താലികെട്ടു മണ്ഡപം എന്നിവയുടെ സമർപ്പണം വെള്ളിയാഴ്ച നടക്കും. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പാലക്കാട് ജില്ലയിലെ കാറൽമണ്ണ തിരുമുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിലെ വാർഷിക ഉത്സവം മാർച്ച് 1 മുതൽ 8 കൂടിയ ദിവസങ്ങളിൽ ആഘോഷിക്കപ്പെടുകയാണ്. മാർച്ച് 1-ന് കൊടിയേറ്റവും 8-ന് ആറാട്ടോടും കൂടിയാണ് സമാപിക്കുന്നത്. 8 ദിവസത്തെ ഉത്സവത്തിനാണ് കാറൽമണ്ണ തിരുമുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൽ തുടക്കമാകുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 5-ന് നടക്കുന്ന ചടങ്ങിൽ ക്ഷേത്ര കമാനം നഗരസഭാധ്യക്ഷൻ പി രാമചന്ദ്രനും ശിവേലിപ്പുര മലബാർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് MR മുരളിയും ഉദ്ഘാടനം ചെയ്യും. തിരുമുല്ലപ്പള്ളി ദേവസ്വം കീഴേടമായ മൂർക്കത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ നിർമ്മിച്ച താലികെട്ടു മണ്ഡപത്തിന്റെ സമർപ്പണം തന്ത്രി മേൽമണ്ടയൂർ അനൂപ് കൃഷ്ണൻ നമ്പൂതിരിയും നിർവഹിക്കും. തിരുമുല്ലപ്പള്ളി ക്ഷേത്രത്തെ സംബന്ധിച്ച് അഭിമാനകരമായ ഒരു ദിവസം തന്നെയാണ് നാളെ. അടുത്ത കാലത്തൊന്നും നടന്നിട്ടില്ലാത്ത, നിങ്ങൾ പോലും വിചാരിക്കാത്ത ഒരു 3 ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട, നേരത്തെ പഞ്ചലക്ഷം സൂചിപ്പിച്ച മാതിരി റോഡിലൊരു ഗോപുരവും കിഴക്കേ നടയിലൊരു ശിവേലിപ്പരി, അമ്മേരി മൂർക്കത്തെ ക്ഷേത്രത്തിൽ കല്യാണം നടക്കുമ്പോൾ ഒരു താലികെട്ട് മണ്ഡപവും. ഇത് ഭക്തജനങ്ങൾ അകമഴിഞ്ഞ് 3 മഹത് വ്യക്തികളുടെ സംഭാവനയാണ്. അത് ക്ഷേത്രത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 22 ദിവസം കൊണ്ടാണ് അത് പൂർത്തീകരിച്ചത്. വൈകുന്നേരം 6:15-ന് അനുസ്മരണവും പുരസ്കാര സമർപ്പണവും നടക്കും. മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ഡിവിഷൻ ഏരിയ കമ്മിറ്റി ചെയർമാൻ M ദണ്ഡപാണി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ശനിയാഴ്ചയാണ് കൊടിയേറ്റം നടക്കുക. രാവിലെ സംഗീത വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റമുണ്ടാകും. വൈകുന്നേരം 7-ന് കൊടിയേറ്റം നടക്കും. തുടർന്ന് നൃത്തനുപൂരം, നൃത്തയാമം എന്നീ നൃത്തപരിപാടികളും ഉണ്ടാകും. 2ാം വിളക്ക് ദിവസമായ മാർച്ച് 2-ന് ഞായറാഴ്ച രാവിലെ പരമണ്ണ ശശിയുടെ നേതൃത്വത്തിൽ എഴുന്നള്ളിപ്പ് മേളം ഉണ്ടാകും. തുടർന്ന് പഞ്ചകീർത്തനാലാപനവും സംഗീത വിദ്യാർത്ഥികളുടെ സംഗീതാർച്ചനയും നടക്കും. വൈകുന്നേരം സംഗീത കച്ചേരിയും ഉണ്ടാകും. തുടർന്ന് കൈകൊട്ടിക്കളി, തായമ്പക, നൃത്തസംഗീത നാടകം എന്നിവയും നടക്കും. 3ാം വിളക്ക് ദിവസമായ മാർച്ച് 3 തിങ്കളാഴ്ച അനുസ്മരണവും പുരസ്കാര സമർപ്പണവും നടക്കും. മലബാർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് MR മുരളി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ, മട്ടന്നൂർ ശ്രീകാന്ത്, മട്ടന്നൂർ ശ്രീരാജ് എന്നിവരുടെ ത്രിപിൾ തായമ്പകയും ഉണ്ടാകും. തുടർന്ന് തിരുവാതിരക്കളികളും ഓട്ടൻതുള്ളലും നടക്കും. 4ാം ദിവസമായ മാർച്ച് 4 ചൊവ്വാഴ്ച വൈകുന്നേരം തിരുവാതിരക്കളികളും തായമ്പക, കഥകളി എന്നിവയും ഉണ്ടാകും. 5ാം ദിവസം വൈകുന്നേരം വീണക്കച്ചേരിയും തുടർന്ന് തായമ്പകയും കഥകളിയും നടക്കും. 6ാം വിളക്ക് ദിവസം വൈകുന്നേരം സംഗീത കച്ചേരി, ചെർപ്പുളശ്ശേരി ജയവിജയന്മാരുടെ ഡബിൾ തായമ്പക, രാത്രി 8-ന് നൃത്തനൃത്യങ്ങൾ, 9:30-ന് നാടൻപാട്ട് എന്നിവയും നടക്കും. മാർച്ച് 7-ന് വെള്ളിയാഴ്ചയാണ് 7ാം വിളക്കായ പള്ളിവേട്ട നടക്കുക. രാവിലെ ചൊവ്വല്ലൂർ മോഹനവാര്യരുടെ പഞ്ചാരിമേളം ഉണ്ടാകും. 11-ന് കഞ്ഞിസദ്യ നടക്കും. സന്ധ്യയ്ക്ക് 7:30-ന് കക്കാട് രാജപ്പന്മാരാർ അവതരിപ്പിക്കുന്ന പാണ്ടിമേളവും ഉണ്ടാകും. മാർച്ച് 8 ശനിയാഴ്ചയാണ് 8ാം വിളക്കുത്സവം നടക്കുക. രാവിലെ 11-ന് ആറാട്ട് സദ്യ ഉണ്ടാകും. വൈകിട്ട് 4-ന് ആറാട്ട് പുറപ്പാട് ഉണ്ടാകും. 3 ഗജവീരന്മാരുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളത്തും തുടർന്ന് പഞ്ചാരിമേളവും നടക്കും. ചെർപ്പുളശ്ശേരി ശിവൻ പഞ്ചവാദ്യത്തിന് നേതൃത്വം നൽകും. ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം മാനേജർ M പങ്കജാക്ഷൻ, ട്രസ്റ്റി കുടുംബം പാങ്ങത്തുമന സുബ്രഹ്മണ്യൻ നമ്പൂതിരി, പുത്തൻവീട്ടിൽ ബാലചന്ദ്രൻ, ഓടുംപറ്റ ഉണ്ണികൃഷ്ണൻ, മേലേമഠം വേണുഗോപാലൻ, ക്ഷേത്രം ക്ലർക്ക് രാജു എന്നിവർ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. തൊട്ടാൽ പൊള്ളുന്ന ഐസ് എന്ന ശാസ്ത്ര പുസ്തകം ഇനി ബ്രെയിൽ ലിപിയിലും ലഭിക്കും. കരിമ്പുഴ തോട്ടര ഹെലൻ കെല്ലർ സ്കൂളിലെ മികച്ച കലാകാരനും സയൻസ് ക്ലബിന്റെ സെക്രട്ടറി കൂടിയായ ആദിത് കൃഷ്ണയാണ്
ബ്രെയിൽ ലിപിയിൽ കൂട്ടുകാർക്ക് പുസ്തകം പരിചയപ്പെടുത്തുക. VK ശ്രീകണ്ഠൻ MP പുസ്തകം പ്രകാശനം ചെയ്തു. എല്ലാ സാന്നിധ്യങ്ങളും കണ്ണുകൊണ്ട് കണ്ടറിയാൻ പറ്റില്ലെന്ന് നമ്മെ പഠിപ്പിച്ചത് ശാസ്ത്രമാണ്. ചാലകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുന്നത് എളുപ്പത്തിൽ അറിയാൻ കഴിയുക തൊട്ടുനോക്കുമ്പോഴാണ്. ഒരാൾക്ക് പനിയുണ്ടോ എന്നും നമുക്ക് എളുപ്പത്തിൽ തൊട്ടറിയാനാവും. കാഴ്ച കൊണ്ട് മാത്രം അനുഭവിക്കാൻ കഴിയാത്ത ചിലതുണ്ട് എന്ന് നമ്മെ പഠിപ്പിച്ചത് ശാസ്ത്രമാണ്. അപ്പോൾ തൊട്ടാൽ പൊള്ളുന്ന ഐസ് എന്ന ഈ ശാസ്ത്രക്കുറിപ്പുകളുടെ പുസ്തകം കാഴ്ച പരിമിതരായ ആളുകൾക്ക് കൂടി വായിക്കാൻ കഴിയുന്ന, തൊട്ടറിയാൻ കഴിയുന്ന തരത്തിലേക്ക് എത്തുന്നു എന്ന സന്തോഷകരമായ ഒരു സാഹചര്യമാണുള്ളത്. സയൻസ് ആൻഡ് പുന്നശ്ശേരിയുടെ ലേഖന സമാഹരണമാണ് വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ട ഈ പുസ്തകം. പാഠപുസ്തകങ്ങളും ചില സാഹിത്യ പുസ്തകങ്ങളും മാത്രമാണ് ബ്രെയിൽ ലിപിയിലേക്ക് മാറ്റപ്പെട്ടത്. പുതിയ ശാസ്ത്ര വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പുസ്തകം ബ്രെയിൽ ലിപിയിലേക്ക് വരുന്നത് ആദ്യമാണ്. ബ്രെയിൽ ലിപിയിൽ വിശ്വസാഹിത്യ പുസ്തകങ്ങളും പാഠപുസ്തകങ്ങളും ഉണ്ടെങ്കിലും ശാസ്ത്രക്കുറിപ്പുകളും പുതിയ ശാസ്ത്ര വിഷയങ്ങൾ ഉൾപ്പെടുന്ന പുസ്തകങ്ങളും വളരെ കുറവാണ്. ആ പരിമിതി തിരിച്ചറിഞ്ഞാണ് ബ്ലൈൻഡ് ഫെഡറേഷൻ ഇത്തരത്തിൽ ഒരു ഉദ്യമത്തിന് തയ്യാറായത്. കാഴ്ചപരിമിതരായ ആളുകളുടെ ചിന്തയിലേക്ക് പുതിയ ശാസ്ത്രവിസ്മയങ്ങൾ എത്തിക്കാൻ സഹായകരമാകുന്ന ഇടപെടൽ നടത്താൻ കഴിഞ്ഞു എന്ന സന്തോഷം ഈ ശാസ്ത്ര ദിനത്തിൻ്റെ ഭാഗമായുണ്ട്. തൊട്ടാൽ പൊള്ളുന്ന ഐസ് എന്ന പുസ്തകം ശ്രദ്ധയിൽപ്പെട്ട ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് ഭാരവാഹികളാണ് ബ്രെയിൽ ലിപിയിലേക്ക് ഇത് മാറ്റാൻ തീരുമാനമെടുത്തത്. ആനുകാലികങ്ങളിൽ പ്രസിദ്ധീകരിച്ചവയിൽ നിന്ന് തിരഞ്ഞെടുത്ത 46 ലേഖനങ്ങൾ അടങ്ങിയ പുസ്തകം 2019 പ്രസിദ്ധീകരിച്ചത്. കുട്ടികളുടെ അധിക വായനയ്ക്ക് ഉതകുന്ന തരത്തിൽ സ്കൂൾ ലൈബ്രറികളിൽ ഇടം പിടിച്ച പുസ്തകമാണിത്. ഫെഡറേഷന്റെ കണ്ണൂരിലെ അച്ചടിശാലയിലാണ് പുസ്തകം തയ്യാറായത്. 104 പേജുള്ള ഒരു പുസ്തകം ബ്രെയിൽ ലിപിയിലേക്ക് മാറ്റാൻ 5000-ഓളം രൂപയാണ് ചിലവ്. സവിശേഷമായ കടലാസും അച്ചടി സാങ്കേതികതയുമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ശാസ്ത്ര വാരാചരണത്തിന്റെ ഭാഗമായി പാലക്കാട് കരിമ്പുഴയിലെ ഹെലൻ കെല്ലർ മാതൃകാ അന്ധവിദ്യാലയത്തിലാണ് പുസ്തകത്തിന്റെ പ്രകാശനം നടക്കുന്നത്. VK ശ്രീകണ്ഠൻ MP പുസ്തകം പ്രകാശനം ചെയ്തു. 1981 ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനത്തിൽ ജനിച്ചതിനാൽ സയൻസൺ എന്ന പേര് ലഭിച്ച ലേഖകനാണ് പുസ്തകം തയ്യാറാക്കിയത് എന്ന സവിശേഷതയുമുണ്ട്. ലളിതമായ ഭാഷയിലാണ് ശാസ്ത്ര സമസ്യകൾ പുസ്തകത്തിൽ വിവരിച്ചിട്ടുള്ളത്. കരിമ്പുഴ തോട്ടര ഹെലൻ കെല്ലർ സ്കൂളിലെ മികച്ച കലാകാരനും സയൻസ് ക്ലബിന്റെ സെക്രട്ടറി കൂടിയായ ആദിത് കൃഷ്ണയാണ് ബ്രെയിൽ ലിപിയിൽ കൂട്ടുകാർക്ക് പുസ്തകം പരിചയപ്പെടുത്തുക. ഇന്ന് നമ്മളുടെ ഈ ബ്രെയിൽ പതിപ്പ് പരിചയപ്പെടുത്തിയത് ഹെലൻ കെല്ലർ സ്മാരക മാതൃകാ അന്ധവിദ്യാലയം നമ്മുടെ സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള ആദിത് കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ള മോനാണ്. അവൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്രാവശ്യത്തെ ബ്രെയിൽ വായന മത്സരത്തിൽ സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം കിട്ടിയ കുട്ടിയാണ് നമ്മുടെ ആദിത്യ കൃഷ്ണ. അപ്പോൾ അവൻ്റെ വിരൽ തുമ്പുകളിലൂടെ തന്നെ ഈ സയൻസ് ആൻഡ് പുന്നശ്ശേരി സാറിൻ്റെ തൊട്ടാൽ പൊള്ളും ഐസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബ്രെയിൽ പതിപ്പ് ഞങ്ങൾക്ക് ആദ്യമായി വായിച്ച് കേൾക്കാനായിട്ട് കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ആ മോന് കിട്ടുന്ന ഒരു അംഗീകാരം കൂടെയാണ്. കാരണം ഈ സംസ്ഥാനത്തുള്ള 7ഓളം സ്കൂളുകളുമായിട്ട് ബ്രെയിൽ വായനാ മത്സരത്തിൽ പങ്കെടുത്ത് സംസ്ഥാന തലത്തിൽ കോഴിക്കോട് വെച്ച് നടന്ന മത്സരത്തിൽ 1ാം സ്ഥാനം ലഭിച്ച് നിൽക്കുന്ന ഒരു കുട്ടിയാണ് ആദിത്യ കൃഷ്ണ. സംസ്ഥാന തലത്തിൽ ഉപകരണ സംഗീതം, സംഘഗാനം, ദേശഭക്തിഗാനം, കഥാപ്രസംഗത്തിൽ പിന്നണിയിൽ ഹാർമോണിയത്തിലും ക്രാഫ്റ്റ് വർക്കുകളിലും നിറസാന്നിധ്യമാണ് ഈ 6ാം ക്ലാസ്സുകാരൻ. കോഴിക്കോട് വെച്ച് നടന്ന സംസ്ഥാനതല ബ്രെയിൽ ലിപി വായനാ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയിരുന്നു. സയൻസ് അധ്യാപകനും സിനിമാ താരവുമായ ക്ലിന്റ് മാത്യു ആണ് ആദിത് കൃഷ്ണയ്ക്ക് പിന്തുണ നൽകുന്നത്. CCN കടമ്പഴിപ്പുറം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരിമ്പുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിമ്പുഴ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ധർണ ജില്ലാ ജനറൽ സെക്രട്ടറി K. ഹമീദ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നമ്മുടെ ലൈസൻസ് ഫീസ് 500 രൂപ, 120 രൂപ, തൊഴിൽ നികുതിയായ 600 രൂപ നമുക്ക് ലൈസൻസ് ആയിരുന്നു. ആ 120 രൂപയിലാണ് ഇപ്പോൾ 6 മാസത്തിന് 360 രൂപയ്ക്ക് എത്ര കൂട്ടി? 2 120 ഉണ്ടാവുന്നത് 320 അല്ലെങ്കിൽ 360.
വർദ്ധിപ്പിച്ച തൊഴിൽ നികുതി പിൻവലിക്കുക, ഹരിതകർമ്മസേനയുടെ പേരിൽ യൂസർ ഫീ അടിച്ചേൽപ്പിക്കുന്ന നടപടി അവസാനിപ്പിക്കുക, മുന്നറിയിപ്പില്ലാതെ കടപരിശോധന നടത്തുകയും അനാവശ്യമായ ഫൈൻ ഈടാക്കുകയും ചെയ്യുന്ന നടപടി അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. CP സാദിഖ് അധ്യക്ഷത വഹിച്ചു. O അരവിന്ദൻ, മരക്കാർ മുരുക്കുംപറ്റ, V നരേന്ദ്രൻ, K രാധാകൃഷ്ണൻ, K മുരളി, K ബാബു, ഉണ്ണികൃഷ്ണൻ, ശശി ഉമ്മർ എന്നിവർ പ്രസംഗിച്ചു. T അബ്ദുൽ കരീം സ്വാഗതവും A മുസ്തഫ നന്ദിയും പറഞ്ഞു. CCN കടമ്പഴിപ്പുറം. മനസ്സിനെ കുളിരേകുന്ന റംസാനിൽ ശരീരത്തെയും തണുപ്പിക്കാം. 23,990 രൂപ മുതൽ AC സ്വന്തമാക്കാനുള്ള അവസരവുമായി മണ്ണാർക്കാട് പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസിൽ ഇനി ഓഫറിന്റെ നാളുകൾ. 6ാം വാർഷികത്തോടനുബന്ധിച്ച് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് യൂറോപ്പിലേക്ക് അടിപൊളി യാത്രയും ഒരുക്കിയിട്ടുണ്ട്. എല്ലാവിധ ഗൃഹോപകരണങ്ങളും 60% വരെ ഡിസ്കൗണ്ട് ഒരുക്കിയാണ് മണ്ണാർക്കാട് നെല്ലിപ്പുഴയിൽ പ്രവർത്തനം തുടരുന്ന പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസ് 6ാം വാർഷികം ആഘോഷിക്കുന്നത്. $7,990 രൂപയ്ക്ക് 32 ഇഞ്ച് LED TV, 18,990 രൂപയ്ക്ക് ഡബിൾ ഡോർ ഫ്രിഡ്ജ്, 4,590 രൂപയ്ക്ക് കളർ കൂളർ എന്നിങ്ങനെ എല്ലാവിധ ഉപകരണങ്ങളും കുറഞ്ഞ വിലയിൽ പിട്ടാപ്പിള്ളിയിൽ നിന്നും ഇപ്പോൾ സ്വന്തമാക്കാം. $23,990 രൂപയ്ക്ക് AC സ്വന്തമാക്കാം എന്ന പ്രത്യേക ഓഫറും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പിട്ടാപ്പിള്ളിയുടെ മണ്ണാർക്കാട് ഷോറൂമിൽ നിന്നും സ്വന്തമാക്കുന്ന എല്ലാവിധ ഗൃഹോപകരണങ്ങൾക്കും കമ്പനി നൽകുന്ന വാറണ്ടിക്ക് പുറമെ 2 വർഷത്തെ അധിക വാറണ്ടി നേടാനാകും. HDB ഫിനാൻസിലൂടെ പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് പലിശരഹിത തവണ വ്യവസ്ഥയിൽ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാനാവും. ബജാജ് ഫിനാൻസ് ചെയ്യുന്ന കസ്റ്റമർക്ക് ഉറപ്പായ സമ്മാനവും ഒരുക്കിയിട്ടുണ്ട്. ഈ ഓഫറുകൾക്ക് പുറമെ 6ാം വാർഷികത്തോടനുബന്ധിച്ച് നറുക്കെടുപ്പിലൂടെ ഉറപ്പായ സമ്മാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നറുക്കെടുപ്പിൽ വിജയികളാകുന്ന ഭാഗ്യശാലികൾക്ക് യൂറോപ്പിലേക്ക് അടിപൊളി യാത്രയും ഒരുക്കിയിട്ടുണ്ട്. ഒരു ബിസിനസ് സ്ഥാപനം എന്നതിലുപരി സൗഹൃദ അന്തരീക്ഷം തീർക്കാൻ പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസിന് സാധിച്ചിട്ടുണ്ട്. ഒരു സ്ഥാപനം വളരണമെങ്കിൽ നമ്മുടെ നാട്ടുകാർ, കസ്റ്റമേഴ്സിന് നല്ല സഹകരണം ആവശ്യമാണ്. കഴിഞ്ഞ 5 വർഷക്കാലം വളരെ നന്നായിട്ട് ഞങ്ങളോട് സഹകരിച്ച ഇവിടുത്തെ മണ്ണാർക്കാട് നിവാസികൾ, നല്ലവരായ കസ്റ്റമേഴ്സ്, നാട്ടുകാർ, ഇവരുടെയൊക്കെ സഹകരണത്തോടെയാണ് ഞങ്ങൾ ഇത്ര വിജയകരമായ 5 വർഷങ്ങൾ പൂർത്തിയാക്കാൻ സാധിച്ചത്. അതോടൊപ്പം ഞങ്ങളോട് സഹകരിച്ചിരുന്ന എല്ലാ സ്റ്റാഫ് അംഗങ്ങളും അവിടെ നിസ്വാർത്ഥമായ സേവനമാണ് ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ നന്ദിയോടെ ഓർക്കാനുള്ളത്. ഞങ്ങൾ ഇത് തുടങ്ങിയതിന് ശേഷം, മണ്ണാർക്കാട് തുടങ്ങിയതിന് ശേഷം വളരെയധികം ബ്രാഞ്ചുകൾ തുടങ്ങി. ഇപ്പം 82 ബ്രാഞ്ചുകൾ അടുത്ത ദിവസങ്ങളിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട 82ാമത്തെ ബ്രാഞ്ച് അടുത്ത ദിവസങ്ങളിൽ ഇനാഗുറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ വിജയകരമായി യാത്ര തുടരുന്നത് ഇതുപോലെയുള്ള ഓരോ ബ്രാഞ്ചുകളിലും ഞങ്ങൾക്ക് കിട്ടുന്ന കസ്റ്റമേഴ്സിൻ്റെ സ്വീകരണമാണ് യഥാർത്ഥ വിലക്കുറവ്. പത്രങ്ങളിലോ അല്ലെങ്കിൽ പരസ്യങ്ങളിലോ കൊടുക്കുന്ന വിലക്കുറവിന് ഉപരിയായി
നമ്മുടെ ഷോറൂം സന്ദർശിക്കുന്ന ഓരോ കസ്റ്റമേഴ്സിനും യഥാർത്ഥ വിലക്കുറവ് ഞങ്ങൾക്ക് നൽകാൻ സാധിക്കുന്നതാണ് കസ്റ്റമർ വീണ്ടും വീണ്ടും ഞങ്ങളുടെ അടുത്ത് വരുന്നത്. വിലക്കുറവിന്റെ കാര്യത്തിൽ പിട്ടാപ്പിള്ളിയിൽ എന്നും ഒരു പടി മുന്നിലാണെന്ന് കസ്റ്റമേഴ്സ് അഭിപ്രായപ്പെട്ടു. ഇപ്പോൾ സ്ഥിരമായിട്ട് പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യാറുള്ളത്. കുറച്ച് കാലങ്ങളായിട്ട് പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്. കാരണം ആദ്യമൊക്കെ നമ്മൾ പാലക്കാടും അതുപോലെ തന്നെ കോഴിക്കോടൊക്കെ പോയി പർച്ചേസ് ചെയ്തിരുന്നു. ഇപ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് മണ്ണാർക്കാട് തന്നെ പിട്ടാപ്പള്ളി വന്നതിന് ശേഷം ഹോം അപ്ലയൻസിലാണ് കൂടുതൽ നമ്മൾ, അതേമാതിരി ക്രോക്കറീസിൽ ഏറ്റവും വില കുറവ് നമ്മൾ നോക്കിയത് ഇവിടെയാണ് എത്തിയത്. വരാനിരിക്കുന്ന റമളാൻ മാസത്തിലെ ചൂടിനെ അതിജീവിക്കാൻ പള്ളികളിലേക്കും നിരവധി പേരാണ് കുറഞ്ഞ വിലയിൽ AC സ്വന്തമാക്കിയിട്ടുള്ളത്. പറയുകയാണെങ്കിൽ ഞങ്ങൾ വർദ്ധിച്ചതിൻ്റെ ചൂട് നമ്മുടെ പള്ളിയിലെ ബന്ധപ്പെട്ടേ മാളിക് മസ്ജിദിൽ ബന്ധപ്പെട്ട് ഞങ്ങൾ ഈ റമളാനും കാര്യമൊക്കെ വരുമല്ലേ, അപ്പോൾ മുന്നോട്ട് AC വെക്കണം എന്നുള്ളൊരു ഇതിൽ ഞങ്ങൾ ഒരുപാട് കടയിൽ അന്വേഷിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും താഴ്ന്ന റേറ്റ് കിട്ടിയപ്പോൾ ഇവിടെ പിട്ടാപ്പള്ളിയിലാണ്. അതിനോട് 5 AC പർച്ചേസ് ചെയ്ത് ഇൻഷാല്ലാ അവരുടെ ബില്ലും കാര്യമൊക്കെ ക്ലിയർ ചെയ്ത് വരികയാണ്. കുഴപ്പമില്ല, നല്ല അഭിപ്രായം. മണ്ണാർക്കാട് ഷോറൂമിൽ വെച്ച് നടന്ന ആഘോഷ പരിപാടിയിൽ മണ്ണാർക്കാട് നഗരസഭാ കൗൺസിലർമാരായ ഹൈറുനിസ, ഇബ്രാഹിം, വ്യാപാരി നേതാക്കളായ രമേശ് പൂർണിമ, കൃഷ്ണദാസ്, സോനു ശിവൻ, കാജ ഹുസൈൻ, അബുറജ, പിട്ടാപ്പിള്ളിയിൽ സോണൽ മാനേജർ ഷൈജു, ബ്രാഞ്ച് മാനേജർ ഷംസീർ തുടങ്ങി മറ്റു ജീവനക്കാരും പരിപാടിയിൽ പങ്കെടുത്തു. നല്ല നിലയിൽ പ്രവർത്തിച്ച് 5 വർഷം പിന്നിടുക എന്ന് പറയുമ്പോൾ അവരുടെ നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിന് മണ്ണാർക്കാട്ടെ നല്ലവരായ ജനങ്ങൾ നൽകിയ പിന്തുണയായിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. ഇത്തരത്തിലുള്ള നല്ല നല്ല സ്ഥാപനങ്ങൾ വരുമ്പോഴാണ് മണ്ണാർക്കാട്ടേക്ക് കൂടുതൽ ആളുകൾ വരുന്നതും നമ്മുടെ ടൗൺ വികസിക്കുന്നതും. ആ ഒരു കാര്യത്തിൽ ഒരു സംഘടനാ പ്രതിനിധി എന്ന നിലയിൽ വളരെ സന്തോഷമുണ്ട്. നമുക്കറിയാം, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പിട്ടാപ്പള്ളി ഏജൻസീസ് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള സേവനമാണ് ഇവർ നൽകുന്നത്. പൊതുവെ ആരും ഒരു പരാതികളൊന്നും ഈ സ്ഥാപനത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി 5 വർഷം പൂർത്തിയാക്കാനും ഇവിടുന്ന് അങ്ങോട്ടുള്ള പാതയിൽ അവർക്ക് നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്താൻ കഴിയും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഈ സ്ഥാപനത്തിന് കൂടുതൽ വളർച്ചയും അഭിവൃദ്ധിയും ഉണ്ടാവട്ടെ എന്ന് ഏകോപന സമിതി മണ്ണാർക്കാട് യൂണിറ്റിന്റെ പേരിൽ ആശംസിക്കുന്നു. CCN മണ്ണാർക്കാട്. കേരള മുസ്ലിം ജമാഅത്ത് ആലിപ്പറമ്പ് ചോരാണ്ടി യൂണിറ്റിന്റെ റമദാൻ റിലീഫ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. കുവത്തുൽ ഇസ്ലാം സംഘം പ്രസിഡന്റ് ഹംസക്കുട്ടി ഹാജി ഉദ്ഘാടനം നിർവഹിച്ചു. മഹല്ലിലും പരിസര പ്രദേശങ്ങളിലുമായി തിരഞ്ഞെടുക്കപ്പെട്ട 600-ലധികം കുടുംബങ്ങൾക്ക് കിറ്റ് വിതരണം നടക്കും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ആത്മകഥ വിശ്വാസപൂർവ്വം ആലിപ്പറമ്പ് പൊതുജന വായനശാല സെക്രട്ടറി K ഷംസുദ്ദീൻ ഏറ്റുവാങ്ങി. മഹല്ലു പ്രസിഡന്റ് അബ്ദുള്ള അൻവരിയാണ് സ്പോൺസർ ചെയ്തത്. മഹല്ലു സെക്രട്ടറി PK മുഹമ്മദ് കുട്ടി, ഖത്തീബ് ഉബൈദുള്ള സഖാഫി, സദർ മുഅല്ലിം അലവി അൻവരി, ഇല്യാസ് ഫാളിലി, PK സുലൈമാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇന്ത്യ ഗവൺമെന്റ് അംഗീകൃത അറബിക് ഡിപ്ലോമ നേടിയ ഷംസുദ്ദീനെയും ഉപഹാരം നൽകി അനുമോദിച്ചു. CCN പെരിന്തൽമണ്ണ. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പെരിന്തൽമണ്ണ ഏരിയ സമ്മേളനം വിപുലമായി സംഘടിപ്പിച്ചു. അലങ്കാർ ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനത്തിൽ 1000-ഓളം പേർ പങ്കെടുത്തു. സമ്മേളനം ജില്ലാ സെക്രട്ടറി PD സണ്ണി ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ മാനത്തുമംഗലം ട്രാഫിക് ജംഗ്ഷനിലെ റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിച്ച് ഗതാഗതക്കുരുക്ക് ഒഴിവാക്കണമെന്ന് സമ്മേളനം സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. ഏരിയ പ്രസിഡന്റ് PT രാജു അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിൽ തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കാലോചിതമായി പരിഷ്കരിച്ച് നടപ്പാക്കണമെന്നും തയ്യൽ തൊഴിലാളി പെൻഷൻ 5000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നും പ്രസവാനുകൂല്യത്തിന്റെ 2ാം ഗഡു നൽകുന്നതിനുള്ള കാലതാമസം ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടു. ഏരിയ സെക്രട്ടറി കരിമ്പനക്കൽ മുസ്തഫ പ്രവർത്തന റിപ്പോർട്ടും ഏരിയ കമ്മിറ്റി അംഗം സുബ്രഹ്മണ്യൻ അരീക്കൽ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. പുതിയ ഏരിയ കമ്മിറ്റി പ്രസിഡന്റായി PT രാജു, സെക്രട്ടറിയായി കരിമ്പനക്കൽ മുസ്തഫ, ട്രഷറർ N ഷൗക്കത്ത് ഉസ്മാൻ എന്നിവരെ തിരഞ്ഞെടുത്തു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൂവത്താണി ആലിപ്പറമ്പ് പള്ളിക്കുന്ന് കാമ്പ്രം റോഡ് ഉദ്ഘാടനം നവീകരണം പൂർത്തീകരിച്ചതായുള്ള റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിട്ടില്ലെന്ന് പൊതുമരാമത്ത് അധികൃതർ. എന്നാൽ 28-ന് വെള്ളിയാഴ്ച MLA നജീബ് കാന്തപുരം ഉദ്ഘാടനം നിർവഹിക്കുന്നതായി സോഷ്യൽ മീഡിയകളിൽ പോസ്റ്ററുകൾ. MLA രാഷ്ട്രീയ നാടകം കളിക്കുകയാണെന്ന് CPM. കൊളത്തൂരിൽ വൻ ലഹരിവേട്ട.
മലപ്പുറം ജില്ലയിൽ വിൽപ്പന ലക്ഷ്യം വെച്ചു കടത്തിയ 10 കിലോഗ്രാം കഞ്ചാവ് പിടികൂടി. കൊൽക്കത്ത സ്വദേശികളായ 2 പേർ അറസ്റ്റിൽ. തൊട്ടാൽ പൊള്ളുന്ന ഐസ് എന്ന ശാസ്ത്ര പുസ്തകം ഇനി ബ്രെയിൽ ലിപിയിലും ലഭിക്കും. കരിമ്പുഴ തോട്ടര ഹെലൻ കെല്ലർ സ്കൂളിലെ മികച്ച കലാകാരനും സയൻസ് ക്ലബിന്റെ സെക്രട്ടറി കൂടിയായ ആദിത് കൃഷ്ണയാണ് ബ്രെയിൽ ലിപിയിൽ കൂട്ടുകാർക്ക് പുസ്തകം പരിചയപ്പെടുത്തിയത്. വി.കെ. ശ്രീകണ്ഠൻ MP പുസ്തകം പ്രകാശനം ചെയ്തു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.